മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, തീർച്ചയായിട്ടും അവരെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിൽ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളെ ഒന്നും തന്നെ ഇവർ ഗൗനിക്കുന്നില്ല. മറ്റ് മാർഗങ്ങളിലൂടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഇവർ തീരുമാനിക്കുമെന്നാണ് കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഒരുപോലെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ ഏഞ്ചൽസിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് റിലേഷൻഷിപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ളൊരു സെപ്പറേഷനാണിതെന്നും പറയാൻ പറ്റുന്നുണ്ട്. ആൻഡ് അവർ ഏത് വിധേനയും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ശ്രമങ്ങളിലാണ്. പക്ഷെ അവർ മുന്നോട്ട് വരുന്തോറും അവരുടെ വഴിയിൽ തടസ്സങ്ങൾ ഏറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരതിനെ എല്ലാം ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്, അവർക്ക് ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളതായിട്ട് ഉള്ള എനർജീസാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണുമായിട്ടുള്ള സെപ്പറേഷൻ്റെ ഒരു റീസണായിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് ആയിരിക്കാം. ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു കടബാധ്യതയോ കാര്യങ്ങളോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ബാങ്കിലോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ നടക്കുന്നൊരു സമയം കൂടി ആയിരിക്കാം. ആൻഡ് പക്ഷെ അതെല്ലാം തന്നെ ഇപ്പോൾ എൻഡ് ആവുന്നുണ്ട്. അതായത് അതിനൊരു സൊല്യൂഷൻ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ പൂർണ്ണമായും റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഫീലിങ്സിലാണുള്ളത്. ഒരു പുതിയ തുടക്കം ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നും കാണുന്നുണ്ട്. അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ആ ഒരു രീതിയിൽ ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രയും നാളും അവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. സോ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഒരു മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സഫലമാകാനുള്ള ചാൻസസും കാണുന്നുണ്ട്. ആൻഡ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നൊരു പേഴ്സണാണ്. നിങ്ങൾ നഷ്ടമാകുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട് വളരെയധികം പേഷ്യൻസോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി. ഈ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള തന്നെ മാറ്റങ്ങൾ വരുന്നതായിട്ടും അതിലൂടെ രണ്ടു പേർക്കും സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ വരുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയോട് കൂടി തന്നെ ഈ വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ആ ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ലൈഫിൽ തന്നെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അവർക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ ശക്തമായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരുപാട് തരത്തിലുള്ള ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. അത്രയും പ്യുവറായിട്ടുള്ള ഒരു പ്രണയമാണ് ഈ വ്യക്തിക്കുള്ളത്. അവർ ശരിക്കും നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് അവരുടെ റിയൽ ഫേസ് എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന ഒന്നായിരുന്നു. അവർ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങളെ ഒപ്പോസ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെയധികം വേഴ്സ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണുള്ളത്. അവരെത്രയും പെട്ടെന്ന് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്തയും അവർക്കുണ്ട്. അപ്പോൾ അത്രയും അവർക്ക് ഒരുപാട് മിസ് ഫീലിങ്സ് ആണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്നാണ് കൂടുതലായിട്ടും ഉള്ള എനർജീസിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.